ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവാണ്. അതിന് മുന്നൊരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടി വരുന്ന റീഡിംഗ് ആണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് എല്ലാവരും ഒരേ എനർജി അല്ല, ഡിഫറെൻ്റ് എനർജിയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഈ റീഡിംഗ് വാലിഡ് ആവുകയാണെങ്കിൽ സ്വീകരിക്കാം, അല്ലാച്ചു കഴിഞ്ഞാൽ വിട്ടുകളയാം കേട്ടോ. ഇന്ന് നമ്മൾ ആദ്യം നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയുമാണ് നോക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന സൈൻ എന്ന് നോക്കാം. ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് 2 ഓഫ് പെൻറ്റക്കിൾ ആണ്. കാണുന്നുണ്ടോ? 2 ഓഫ് പെൻറ്റക്കിൾ. ഓക്കെ, ഇവിടെ ഒരു ബാലൻസിനെയാണ് കാണിക്കുന്നത്. 2 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുമ്പോൾ ഒരു ബാലൻസ് ആണ് കാണിക്കുന്നത്. ഈ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് വരുവാനായിട്ട് പോകുന്നു. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും സെപ്പറേഷനിലാണ്, നോ കോണ്ടാക്റ്റിലാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ഇക്വിലിബ്രിയം യൂണിവേഴ്സ് തരുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ റിലേഷൻഷിപ്പിനെ അവർ ഒരു ബാലൻസിലൂടെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവരുടെ ലൈഫിൽ മറ്റെന്തോ കാര്യത്തിന് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു, പ്രിഫറൻസ് കൊടുത്തിരുന്നു. ആ ഒരു കാര്യവും നിങ്ങളെയും ബാലൻസിൽ കൊണ്ടുപോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ കാർഡ് പറയുന്നത്. അപ്പോൾ ഈ കാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒറക്കിൾ ഡെക്ക് എടുക്കാം. നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ കാർഡ് ഷഫിൾ ചെയ്യാണ്. കുറേ പേർക്ക് മുന്നിൽ വെച്ച് കാർഡ് ഷഫിൾ ചെയ്യണം എന്ന്. അപ്പം അങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് മാറ്റി ചെയ്യാം. എന്താണ് ഇൻഡിസിസീവ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഐ നോ മൈ ഇനബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹേർട്ട് യു. അപ്പോൾ അവർ തിരിച്ചറിയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെടുത്തൊരു തീരുമാനം നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നവർ തിരിച്ചറിയുന്നു. ആ ഒരു തിരിച്ചറിവ് തന്നെയാണ് നിങ്ങൾക്കൊരു ബാലൻസ് തരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സായിട്ട് തന്നെ അവരിലേക്ക് നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദനയുടെ തോത് അറിയിക്കുകയാണ്, ഒരു തിരിച്ചറിവ് കൊടുക്കുകയാണ്. നമ്മൾ വേദനിച്ച ആ ഒരു കാര്യം അവരിലേക്ക് എത്തണം. നമ്മൾക്ക് എത്ര കണ്ട് അവരെ മിസ് ചെയ്തിട്ടുണ്ടോ അത്ര കണ്ട് അവർക്കും മിസ് ചെയ്യണം, അല്ലേ? നമ്മളെപ്പോഴും അവർക്ക് അവൈലബിൾ ആയിരിക്കുമ്പോൾ അവർക്ക് നമ്മുടെ വാല്യൂ മനസ്സിലാവില്ല. ഇന്ന് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഒരുപാട് വേദനിച്ചു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാർഡ് പറയുന്നത്. ഒരു ബാലൻസ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ യൂണിവേഴ്സ് തരാൻ പോകുന്നത്. നെക്സ്റ്റ് ടാരോ കാർഡ് എടുക്കാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് എന്താണ് സെക്കൻഡ് കാർഡായിട്ട് കിട്ടുന്നത്? ക്യൂൻ ഓഫ് സോർട്സ് കാർഡാണ്. അവരെടുക്കാൻ പോകുന്ന ഒരു ആക്ഷനെയാണ് കാണിക്കുന്നത്. നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. അവരിലെ തീരുമാനത്തെ തന്നെയാണ് ഇവിടെ കാർഡ് പറയുന്നത്. ഓക്കെ, അവർ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേറ്റർ ആണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ സിറ്റുവേഷൻ എല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് കാർഡ്സ് പറയുന്നു. അതുതന്നെയാണ് നിങ്ങൾക്ക് അവരിപ്പോൾ മിസ് ചെയ്തിട്ടുള്ളതും ഇപ്പോഴും നിങ്ങൾ അവരെ ഓർത്തെടുക്കുന്നതും. കാരണം എന്തുകൊണ്ടോ അവരെ മറക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല, അവരുമായിട്ടുള്ള നിമിഷങ്ങളെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇവിടെ നല്ല രീതിയിൽ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ടുള്ള ആ ഒരു തീരുമാനത്തെ എടുക്കുന്നത് എന്ന് കാർഡ്സ് പറയുന്നു. ഇവിടെ സത്യാവസ്ഥ അറിഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത്. ഒറ്റയാൾ പോരാട്ടം തന്നെയാണ് കാണിക്കുന്നത്. കാരണം പാസ്റ്റിൽ ഈ ഒരു സെപ്പറേഷൻ വരാൻ കാരണം മറ്റുള്ള വ്യക്തികളുടെ ഇടപെടലായിരിക്കാം. ഇന്ന് അവർ തന്നെ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ട് അവരുടെ തീരുമാനത്തിന് വാല്യൂ കൊടുത്തുകൊണ്ട് അവർ നിങ്ങളിലേക്ക് വരികയാണ്. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു വ്യക്തത അവർക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. നിങ്ങളെന്ന വ്യക്തിയുടെ സത്യസന്ധമായ സ്നേഹത്തിൻ്റെ വാല്യൂ അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ
അപ്പോൾ അവ നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ആ ഒരു തീരുമാനത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. ഈ കാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെടുക്കാം? ഒറക്കിൾ ഡെക്ക് എടുക്കാം. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് യൂണിവേഴ്സ് നൽകുന്ന സൈൻ എന്തെന്ന് നോക്കാം. കമ്മിറ്റ്മെൻ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. ഐ വാണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? നിങ്ങളുടെ പേഴ്സണ് തിരിച്ചറിവ് വന്നിട്ടുണ്ട്, നിങ്ങളുടെ വാല്യൂ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവരുടെ ലൈഫിലേക്ക്, അവരുടെ ഫ്യൂച്ചറിലേക്ക് അവർ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ അവരെത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്, നിങ്ങളോട് സംസാരിക്കുവാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്ന് തന്നെയാണ് ഇവിടെ കാർഡ് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് കാർഡ് എടുക്കാം. യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം? ആരുടെ എനർജിയാണ് ഇന്ന് നമുക്ക് തേർഡ് കാർഡായിട്ട് ലഭിക്കുന്നത്? ഓക്കെ, നിങ്ങളുടെ എനർജിയാണ് 9 ഓഫ് പെൻഡക്കിൾ ആണ് കിട്ടിയിട്ടുള്ളത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. പെൻഡക്കിൾ കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെൻഡക്കിൾ കാർഡ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം, പ്രോഗ്രസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു. നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ചേക്കാളും കൂടുതൽ യൂണിവേഴ്സ് തരാൻ പോവാണ്. ഓക്കെ, ഇവിടെ നിങ്ങളിൽ ഒരു പ്രോഗ്രസ് സംഭവിക്കുമ്പോൾ, നിങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി സംഭവിക്കുമ്പോൾ, നിങ്ങളിലെ മനസ്സിന് സന്തോഷത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇന്നർ പീസിനെ, നിങ്ങൾ വളരെയേറെ സമാധാനത്തോടുകൂടി ഇരിക്കാൻ പോവാണ്. ഇവിടെ പേഴ്സണലായിട്ടുള്ളൊരു അച്ചീവ്മെൻ്റ് ആണ് കാണിക്കുന്നത്, പേഴ്സണലായിട്ടുള്ളൊരു ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തി, നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഹാർവസ്റ്റ് ആണ് കാണിക്കുന്നത്. വിതച്ചത് കൊയ്യുമെന്ന് പറയില്ലേ, അതാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള പുരോഗതി വരുന്ന എൻ്റെ വ്യൂവറുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ അബണ്ടൻസ് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. ഇവിടെ പെൻഡക്കിൾ കാർഡ് വന്നതുകൊണ്ട് നമുക്ക് മണി കാർഡാണ് എടുക്കുന്നത്. എന്താണ് യൂണിവേഴ്സ് നൽകുന്ന സൈൻ? പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. എന്താണ് കിട്ടിയിട്ടുള്ളത്? അൺഎക്സ്പെക്റ്റഡ്. ഇവിടെ നിങ്ങൾക്ക് ലോസ് വന്നിട്ടുണ്ട്. ഇതുവരേക്കും നിങ്ങളുടെ ലൈഫിൽ സാമ്പത്തികമായിട്ടുള്ള നഷ്ടം വന്നിട്ടുണ്ട്. വലിയ നഷ്ടം എന്നല്ല പറയുന്നത്, ചെറിയ രീതിയിലുള്ള നഷ്ടം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ്? പ്രോഗ്രസ് ആണ് എന്ന് യൂണിവേഴ്സ് പറയുന്നു. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എഫേർട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിൽ മാറ്റം കൊണ്ടുവരുന്നു എന്നാണ് ഇവിടെ കാർഡ് പറയുന്നത്. ഇവിടെ നിങ്ങൾ ലോസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ, ചെറിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം വന്നിട്ടുണ്ട് പാസ്റ്റിൽ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ. പക്ഷേ ഇന്ന് നിങ്ങൾക്കത് മാനേജ് ചെയ്യാനായിട്ടുള്ള പവറും യൂണിവേഴ്സ് കാണിച്ചു തരുന്നു. ആ ഒരു പവർ എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് സാമ്പത്തികമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടം വരുന്നു. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി കൊണ്ടുവരുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്നേക്കാളും മേലെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളുടെ ലൈഫ് മെച്ചപ്പെടുത്താനായിട്ട് എപ്പോഴെങ്കിലും ഒരു സ്റ്റക്ക് എനർജി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിനെ പഴിചാരരുത്. ഈ യൂണിവേഴ്സ് ഞാൻ എത്രത്തോളം പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നിട്ട് എന്താണ് എന്നിലേക്ക് ഒന്നും നടക്കാത്തത്? അങ്ങനെ വിചാരിക്കുന്ന എനർജീസ് ഉണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഒരു സ്റ്റക്ക് എനർജി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ മോശക്കാരാക്കാനല്ല യൂണിവേഴ്സ് അങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ലൈഫിൻ്റെ നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ടുള്ളൊരു കാലയളവാണ്. നമ്മൾ എല്ലാം ഉള്ളപ്പോൾ നമുക്ക് ചുറ്റും ഒത്തിരി പേരുണ്ടാവും. നമ്മൾ ഫിനാൻഷ്യലായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ഇല്ല എങ്കിൽ ആരും ഉണ്ടാവില്ല.
ആ ഒരു തിരിച്ചറിവ് നൽകാൻ വേണ്ടി മാത്രമാണ് നിങ്ങളിൽ ഈ ഒരു ലോസ് കൊണ്ടുവന്നതെന്ന് കരുതുക. പക്ഷേ നിങ്ങളിലേക്ക് ഇനി വരാൻ പോകുന്നത് വലിയൊരു മാറ്റമാണ്. നിങ്ങൾ സാമ്പത്തികമായിട്ട് പ്രോഗ്രസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളിലേക്ക് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, കുറച്ച് ഐഡിയാസ് തന്നിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാം, നിങ്ങളുടെ ലൈഫ് മെച്ചപ്പെടുത്താം എന്ന് ഇവിടെ കാർഡ്സ് പറയുന്നു. നമുക്ക് നെക്സ്റ്റ് കാർഡ് എടുക്കാം. എന്താണ് യൂണിവേഴ്സ് നൽകുന്ന സൈൻ എന്ന് നോക്കാം. ടാരോ കാർഡാണ് നോക്കുന്നേ. ക്യൂൻ ഓഫ് വാൺസ് കാർഡാണ്. നിങ്ങളുടെ ആക്ഷനെയാണ് കാണിക്കുന്നത്. വാൺസ് കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന ഒരു തീരുമാനത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നോക്കാം. നിങ്ങൾ ബോൾഡായിട്ട് തന്നെയാണ് നിങ്ങളുടെ ലൈഫിനെ കാണുന്നത്, അല്ലേ? ഇവിടെ സെൽഫ് എക്സ്പ്രഷൻ എന്നാണ് പറയുന്നത്, ബോൾഡ് എക്സ്പ്രഷൻ എന്നാണ് പറയുന്നത്. നിങ്ങൾ ബിൽഡ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ സ്വപ്നം എന്താണോ ആ ഒരു സ്വപ്നത്തിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളുടെ വലുതും ചെറുതുമായ ആഗ്രഹങ്ങൾ ഇവിടെ കാണിക്കുന്നു. ഒറ്റയാൾ പോരാട്ടമാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് കോൺഫിഡൻസ് ആയിട്ട് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം എൻ്റെ കൂടെ എൻ്റെ പ്രപഞ്ച ശക്തിയുണ്ട്, ഞാൻ എവിടെയും തോറ്റു പോവില്ല എന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നു. ഓരോ ദിവസവും നമുക്ക് ഓരോ പുതുമയോട് കൂടി തന്നെയാണ് അല്ലേ നമ്മൾ ഉണരുന്നത്, അല്ലേ? നമ്മൾ എന്ത് വേണമെന്നറിയോ, ഓരോ ദിവസവും കഴിയുമ്പോൾ നമ്മൾ കിടക്കുന്നേക്കാളും മുന്നേ യൂണിവേഴ്സിനോട് താങ്ക് യു പറയണം. ഇന്നത്തെ ഒരു ദിവസം എനിക്ക് തന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. നാളത്തെ ദിവസം നമുക്ക് ഉണ്ടോയെന്ന് അറിയില്ല, അല്ലേ? അങ്ങനെയാണ് ലൈഫ് എന്ന് പറയുന്നത്. വളരെ ഷോർട്ടാണ്. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ നന്ദി പറഞ്ഞിട്ട് വേണം, ഈ ഒരു ദിവസം എനിക്ക് തന്നതിന് താങ്ക് യു യൂണിവേഴ്സ്, നാളത്തെ ഒരു ദിവസം എനിക്ക് തരാൻ പോകുന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. അവിടെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു സ്വപ്നം എന്നിലേക്ക് എത്തിക്കണമെന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് തന്നെയാണ്. നമുക്ക് ടാരോ കാർഡ് എടുക്കാം. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ യൂണിവേഴ്സ് ടാരോ കാർഡ് എടുത്തു. ഒരക്കൽ ഡെക്കിൽ എന്താണ് നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം. മിസ്ഡ് ഓപ്പർച്യൂണിറ്റി എന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവസരം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളും അവരും അവസരം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ രണ്ടുപേരും നല്ല രീതിയിൽ വേദനിക്കുന്നു എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്നത് എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവാണ്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ എനർജി കാണിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യാണ്, ആ ഒരു അവസരത്തിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. നെക്സ്റ്റ് കാർഡ് എടുക്കാം. ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ്. പേഴ്സണൽ റീഡിങ്സ് എത്തി അധികം ഉണ്ട്, അതുകൊണ്ട് ഞാൻ വേഗം നിർത്താണ് കേട്ടോ റീഡിങ്. ഈ ഒരു കാർഡും കൂടി എടുത്തിട്ട് 2 കാർഡ് വീണിട്ടുണ്ട്. നോക്കാം 2 കാർഡ് നിങ്ങൾക്ക് എന്താണ് നൽകുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ കാർഡ് 3 ഓഫ് വാൺസ് കാർഡാണ്. വെയിറ്റിംഗ് എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്ന് ഈ കാർഡ് പറയുന്നു. അവർ തനിച്ചാണ് ഇരിക്കുന്നത്. അവർ നിങ്ങൾക്കായിട്ട് ദൂരേക്ക് നോക്കിയിരിക്കുകയാണ്. ഇവിടെ അവസരം നഷ്ടപ്പെടുത്തിയതിൽ അവർ നല്ല രീതിയിൽ വേദനിക്കുന്നു എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. അവർ തനിച്ചാണ്, അവർ നിങ്ങളെ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ഒരു റിയൂണിയൻ തന്നെയാണ് കാണിക്കുന്നത്, അല്ലേ? നിങ്ങളുടെ പേഴ്സൺ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ, അവർ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളിലെ പരിഭവവും പരാതിയൊക്കെ അവിടെ തീരും. അപ്പോൾ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി അവരെടുക്കാൻ പോകുന്ന ഒരു ആക്ഷനെ ഇവിടെ കാർഡ്സ് കാണിച്ചു തരുന്നു. സെക്കൻഡ് കാർഡ് എന്തെന്ന് നോക്കാം. 10 ഓഫ് സോർട്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ പെയിൻഫുൾ എൻഡിങ് എന്നാണ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറുടെ എനർജിയാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികളിൽ നിന്ന്, ആരൊക്കെ നിങ്ങൾക്ക് ചുറ്റുമുണ്ടോ, എല്ലാവിടെ നിന്നും നിങ്ങൾക്ക് നെഗറ്റീവ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത്, അല്ലേ? എല്ലാവിടെ നിന്നും കുത്തുവാക്കുകൾ, എല്ലാവിടെ നിന്നും നിങ്ങൾക്ക് വേദന, ശാരീരികമായിട്ടും മാനസികമായിട്ടും വേദനയാണ് നിങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ യൂണിവേഴ്സ് പറയുന്നത്, ഇവിടെ 10 ഓഫ് സോർട്സ് കാർഡിലൂടെ പറയുന്നത്, നിങ്ങളുടെ വേദന ഉണ്ടാകുന്നു, നിങ്ങളിലേക്ക് അവസരം വരുന്നു, നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യത്തിലേക്ക് യൂണിവേഴ്സ് നിങ്ങൾ എത്തിക്കുന്നു. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. നിങ്ങൾക്കായിട്ടുള്ള യൂണിവേഴ്സിൻ്റെ മെസ്സേജ്, നിങ്ങളുടെ വേദന ഉണ്ടാകുന്നു, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു, അവർ നിങ്ങളെ ഇപ്പോൾ
മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ഒറക്കിൾ കാർഡ് കൂടി എടുത്തിട്ട് നമുക്ക് റീഡിങ് അവസാനിപ്പിക്കാം കേട്ടോ. നോക്കട്ടെ, കാർഡ്സ് ഇങ്ങനെ വീണോണ്ടിരിക്കുകയാണ്. റിഗ്രറ്റ് എന്നാണ് കാർഡ് കാണിക്കുന്നത്. ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻഡ്. ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു സെപ്പറേഷൻ അവരെ നല്ല രീതിയിൽ വേദനിപ്പിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. 2 ടാരോ കാർഡ് വീഴുന്ന കാരണം ഒരാക്കളുടെ കൂടെ എടുക്കാം അല്ലേ. കാർഡ്സ് ഇങ്ങനെ നിങ്ങൾക്കായിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വെച്ചിട്ടും കാർഡ് ഇരിക്കുന്നില്ല. എന്തെങ്കിലും യൂണിവേഴ്സിന് പറയാനുണ്ടാവാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവാം, അതിനുള്ള ആൻസർ ആയിരിക്കണം ഇവിടെ കാണിച്ചു തരുന്നത്. എന്താണ് കാർഡ് ഇരിക്കുന്നില്ല. ടൈം എന്നാണ് കിട്ടിയിട്ടുള്ളത്. എന്താണ് ടൈം പറയുന്നത്? ഐ എം അഫ്രൈഡ് ഇറ്റ്സ് ടു ലേറ്റ് ടു ടേക്ക് ആക്ഷൻ. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ആക്ഷൻ എടുക്കാനായിട്ട് വൈകിപ്പോയോ എന്നവർ ചിന്തിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത് കുറച്ച് നാളായിട്ട് ഉണ്ടാവാം അല്ലേ. ഈ നോ കോണ്ടാക്ട് വന്നിട്ടുള്ളത് കുറച്ച് നാളായിട്ട് ഉണ്ടാവാം. ആക്ഷൻ എടുക്കാൻ വൈകിയോ? നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കാൻ വൈകിയോ എന്ന് അവർ ചോദിക്കുന്നു നിങ്ങളോട്. ഇല്ല അല്ലേ. ഇനി വന്നാലും സ്വീകരിക്കൂ അല്ലേ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർ ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നു. അവരുടെ മനസ്സിലുള്ള പ്ലാനെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാർഡ് പറയുന്നത്. ഇന്ന് കുറച്ച് തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ റീഡിങ് പെട്ടെന്ന് നിർത്തുകയാണ്. ഈ റീഡിങ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും എല്ലാതെയും അറിയിക്കാം. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.